നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ഘട്ടമായപ്പോൾ ആ സഭാ കവാടത്തിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് യു ഡി എഫിലെ എം എൽ എമാർ വലിയ സമരം നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പറയുന്ന നവയുഗ യാത്ര എന്ന് പറഞ്ഞിട്ടല്ല പുതുയുഗ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് യു ഡി എഫ് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു യാത്രയും ആരംഭിച്ചു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ അടൂർ പ്രകാശ് എം പി എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കൺവീനറെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്? ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കോലാഹലത്തിൽ മുഴുവൻ നമ്മൾ സരിതാ നായരെ കണ്ടതാണ്. ഇത്തവണത്തെ നിയമസഭാ പ്രചാരണ കോലാഹലത്തിൽ മുഴുവൻ ഒരു സമയത്ത് ഈ CPM നേരെ തിരിഞ്ഞൊരു സംഗതി കോൺഗ്രസ്സുകാരിലേക്ക് ഇപ്പോൾ തിരിഞ്ഞു വരികയാണ്. അടൂർ പ്രകാശിനെ ഇന്ന് SIT ചോദ്യം ചെയ്തു. അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള ബന്ധം, കാരണം അടൂർ പ്രകാശും ആൻ്റണിയും ആണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കുടുംബാംഗങ്ങളെയും കൊണ്ടുപോയതെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അടൂർ പ്രകാശിനോട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വേണം എന്ന് SIT ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് എല്ലാവരും പുറത്തിറങ്ങുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടുത്തെ ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ബ്രീഫ് ചെയ്ത് കാണും. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്നതിനെ പറ്റി ഒരു ബ്രീഫിംഗ് ഒക്കെ നടന്ന് കാണും. അതുപോലെ തന്നെ ED കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ തകർന്നുപോയ ഒരു ബ്ലേഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തിയിരുന്നു. അതിൻ്റെ ഉടമ രാജുവിൻ്റെ വീട്ടിലുമൊക്കെ അവർ പോയിരുന്നു. ആ ബ്ലേഡ് കമ്പനിക്ക് തന്ത്രിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് SITക്ക് തന്നെ അറിയാവുന്നതാണ്. SIT തന്ത്രിയെ ചോദ്യം ചെയ്തപ്പോഴും അവിടെ 2.5 കോടി രൂപ ഒറ്റയടിക്ക് കൊണ്ടുപോയി തന്ത്രി നിക്ഷേപിച്ച കാര്യം പറഞ്ഞിരുന്നു. ആ ബ്ലേഡ് കമ്പനി, ചിട്ടി കമ്പനി പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പരാതിയും ആ 2.5 കോടി സംബന്ധിച്ചിട്ട് തന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. തന്ത്രിയോട് ചോദ്യം ചെയ്തപ്പോൾ തന്നെ വെള്ളപ്പൊക്ക കാലത്ത് കുറേ പൈസ നഷ്ടപ്പെട്ടു എന്ന് തന്ത്രി പറഞ്ഞു ഒഴിയാനാണ് ശ്രമിച്ചത്. അപ്പോൾ തന്ത്രി 2.5 കോടി രൂപ ആ ബ്ലേഡ് കമ്പനിയിൽ നിക്ഷേപിച്ചതിന് പിന്നാലെ അത്രയും തന്നെ തുക ആ ബ്ലേഡ് കമ്പനി ആൻ്റണിക്ക് കൊടുത്തതായിട്ട് CPM തന്നെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള 2 കോൺഗ്രസ് നേതാക്കൾ, അടൂർ പ്രകാശും ആൻ്റണിയും, ആ 2 പേര് പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമലയിൽ നിൽക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും എല്ലാം കൂടി മറ്റ് ഓഫീസർമാരും ദേവസ്വം ബോർഡും ഒക്കെ കൊള്ള നടത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തുകാരായ 2 MP എന്നും പറയാം. വേറൊരു സ്ഥലത്താണെങ്കിലും പത്തനംതിട്ട ജില്ലക്കാരനാണല്ലോ അടൂർ പ്രകാശ്. അങ്ങനെ ആ 2 പത്തനംതിട്ട ബന്ധമുള്ള MP അവരാണ് ഈ കൊള്ളയിൽ മുഖ്യ കർത്തൃത്വം ഉള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് എന്നുള്ള വിശദീകരണം ഇപ്പോൾ അടൂർ പ്രകാശിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആൻ്റണിയും അവർ ചോദ്യം ചെയ്യുന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ മുമ്പ് പിണറായി വിജയൻ്റെ ഒരു യാത്ര ഇതുപോലെ ആരോപണങ്ങളിൽ പൊളിഞ്ഞതുപോലെ ആ സമയത്താണ് ഈ എക്സാലോജിക്കിൻ്റെ റെയ്ഡും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഈ പുതുകേരള യാത്ര അല്ലേ, സതീശൻ്റെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന യാത്ര, ആ യാത്രയുടെ ഈ ഓരോ ഘട്ടം പല ജില്ലകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ അടൂർ പ്രകാശ്, അത് കഴിഞ്ഞ് ആൻ്റണി, ഇങ്ങനെ കോൺഗ്രസ്സുകാരും ഒക്കെ SIT ആഫീസിൽ കയറി ഇറങ്ങുന്നത് നമുക്ക് കാണാം. ഇപ്പം ഇത് കോൺഗ്രസിൻ്റെ തലയ്ക്കാണ് കൊള്ള വന്നു പതിച്ചിരിക്കുന്നത്. ഇപ്പം ഈ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഉടൻ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അടൂർ പ്രകാശിൻ്റെ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അടൂർ പ്രകാശിനെ അവിടെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ ഇവരുടെ ഈ യാത്രയ്ക്കുള്ള പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്നില്ലേ? അല്ല, ഇത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കണ്ട ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു? അത് കൃത്യമായിട്ട് പോറ്റിയെ കയറ്റിയത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ
അല്ലേ, സ്വർണം കെട്ടതാരപ്പ സഹാക്കളാണ്. അത് വളരെ നന്നായിട്ട് ആളുകൾ ആസ്വദിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തെരഞ്ഞെടുപ്പിൽ CPM തീർന്നു പോയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടരുന്നു. ആ തുടർക്കഥയിൽ ഇപ്പോൾ ഇനി വിളവെടുപ്പിൻ്റെ കാലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റേതാണ്. അല്ലേ, അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം ഇവർക്കിന്ന് നേരത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാം. പക്ഷേ അടൂർ പ്രകാശിനെ അപ്പം ചോദ്യം ചെയ്യേണ്ടതില്ല. കാരണം CPM കൊള്ള നടത്തി കോൺഗ്രസിൽ നിന്ന് വിളവെടുപ്പ് നടത്താൻ അപ്പോൾ അത് നേരത്തെ അവർക്ക് ചോദ്യം ചെയ്യാമായിരുന്നു, ചോദ്യം ചെയ്തില്ല. പകരം അതിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ സമയമായി. അങ്ങനെ അടൂർ പ്രകാശിൻ്റെ ചോദ്യം എന്ന് പറയുന്ന അയാളെ ചോദ്യം ചെയ്യുന്നതും അതിൻ്റെ വാർത്തകളൊക്കെ 3-4 ദിവസം ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞാൽ ആൻ്റണിയിലേക്ക് വരും. കാരണം ഇവരെല്ലാം ഇതിനകത്തൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കുന്ന ആളുകളാണ്. അല്ല, അതിന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ KC വേണുഗോപാലിന്റെ പേര് പത്തനംതിട്ടയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്ന സ്ഥലം കൂടി പ്രധാനമാണല്ലോ. പത്തനംതിട്ടയിൽ പോയി KC വേണുഗോപാൽ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് അവിടെ ആദ്യമായിട്ട് പോറ്റി കയറിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ വേറെ പ്രശ്നമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പം ജാമ്യത്തിൽ പുറത്തിറങ്ങി. അപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയണം, ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഒരുപക്ഷെ ഈ സർക്കാർ അല്ലെങ്കിൽ പോലീസ് കൊടുത്തു കാണത്തില്ലേ? അല്ല, പോലീസ് കൊടുക്കുന്ന കോടതി അയാളുടെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വപ്ന സുരേഷ് എന്തൊക്കെ പറയണമെന്ന് വനിതാ പോലീസ് പോയി ഉപദേശിച്ചിരുന്നില്ലേ? അതെ, അതുപോലെ ജയിലിൽ പോറ്റിക്ക് ഒരുപാട് ഉപദേശം കിട്ടിക്കാണും. ഒന്ന് രണ്ടാമത്തെ ഒന്ന് സംസാരിച്ചതിൻ്റെ അപ്പീസ് കൂട്ടിയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അയാൾ സംസാരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി സംസാരിച്ചാൽ അത് ഈ ട്രെയിൻഡ് കോട്ട്സായിട്ടായിരിക്കും. ജാമ്യ വ്യവസ്ഥ ഒരെണ്ണം മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നാണ്. അല്ല, മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കരുതെന്നാണല്ലോ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ 90 ദിവസം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പുറത്തു വരാൻ കഴിഞ്ഞത്? ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മീഡിയ എടുത്ത് എത്തിക്കാവുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് കുറ്റപത്രം സമർപ്പിച്ചാലും കുറച്ച് ഇവരെന്തായാലും സ്വാഭാവിക ജാമ്യം വന്നല്ലോ. ഇപ്പോൾ സ്വാഭാവിക ജാമ്യം അല്ലെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, അല്ല, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുകയും അതിനെ UDFിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ MP മാരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുകയും ചെയ്താൽ, നേരിട്ട് പറയാതെ കണക്ട് ചെയ്യാനുള്ള ഒരുപാട് ഉപാധികൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ സംസാരിക്കരുതെന്നാണ്. ഇയാൾ നേരിട്ട് സംസാരിക്കും. ഇയാള് നേരിട്ട് സംസാരിച്ചാലേ അതിന് പ്രസക്തി ഓഫ് ദ റെക്കോർഡ് പറയാം. വീട്ടിൽ പോയിട്ട് CPM ബ്രീഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആന്റണിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അടൂർ പ്രകാശിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാം. ഓഫ് ദ റെക്കോർഡ്. കാരണം നേരിട്ട് പറഞ്ഞ് അത് ഈ പറയുന്ന റെക്കോർഡ് ചെയ്യപ്പെടരുത്, ഓഡിയോ കിട്ടരുത് എന്നൊക്കെയല്ലേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞൂടെ? ഇപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ സാറ് എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിക്കാം, രാമചന്ദ്രൻ സാറിന് സംസാരിക്കാം, എൻ്റെ അടുത്ത് സംസാരിക്കാം, എന്നിട്ട് പറയും ഇതൊക്കെ ഓഫ് ദ റെക്കോർഡാണ് എന്ന് പറഞ്ഞാൽ പോരെ? കഥകൾ വരെയാൻ എളുപ്പമല്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ 2 MP മാർ കോൺഗ്രസിൻ്റെ ഒരുപോലെ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അത് UDFിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നീക്കത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യില്ലേ? അല്ല, UDF ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പലതരം വിഷയങ്ങൾ പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ട് വെച്ചിട്ട് നീങ്ങാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഈ സാധാരണ നമ്മൾ പറയുന്ന ഭരണവിരുദ്ധ വികാരം, അതിന് ഉയർന്നു വരുന്ന ഒരുപാട് വിഷയങ്ങൾ. ആ വിഷയങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. പക്ഷേ അവർ കുഴപ്പമുണ്ടാക്കിയതെന്ന് വെച്ചാൽ അവരെ ഇതിനകത്താണ് ഫോക്കസ് ചെയ്തത്, അല്ലേ? ഈ നിയമസഭയുടെ അവസാന സമ്മേളനത്തിലൊക്കെ ഇതാണ് അതിൻ്റെ പ്രധാന ഇതായിട്ട് അവർ മുന്നോട്ട് വെച്ചത്. CPM മുന്നോട്ട് വെച്ചത് ഈ ശബരിമല കൊള്ളാനെയായിരുന്നു. അപ്പോൾ CPMന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരം മാറി എല്ലാവരും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് കഴിയും. അതവർക്ക് കുറച്ച് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം. ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ, അല്ലേ? എന്ത് തോന്നുന്നു? അതായത് ശബരിമല കൊള്ള എന്ന് പറയുന്നത് അതിൽ CPMന് മാത്രമല്ല പങ്ക്, ഈ കോൺഗ്രസിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം മൊത്തത്തിൽ റദ്ദാക്കി കളയാനുള്ള ഒരു ശ്രമം ആണ് CPM ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇനി പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മതിയല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ നേതാക്കളെ പിടികൂടുകയോ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഇങ്ങനൊരു മാല പോലെ. അതുകൊണ്ടാണ് KC വേണുഗോപാലിൻ്റെ പേരും കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
VS ശിവകുമാറുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട്, അങ്ങനെ സഹോദരനുണ്ട്. പല ആളുകളുണ്ട് വരെ. ശ്രീകുമാറിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ശ്രീകുമാർ ആയതുകൊണ്ട് അത് മാധ്യമങ്ങൾ അത്ര കാര്യമാക്കിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ കോൺഗ്രസിൽ ഇനി കുറച്ചധികം ആളുകളുണ്ട് ഈ ചോദ്യം ചെയ്യലിലേക്ക് വരാൻ. VS ശിവകുമാറുണ്ട്, KC വേണുഗോപാലുണ്ട്, ആന്റോ ആന്റണി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് എണ്ണം തയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ രാഷ്ട്രീയ വൈരമാണെന്ന് കോൺഗ്രസ് പറയും. രാഷ്ട്രീയ വൈരം എന്ന് പറയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, കാരണം ചിത്രത്തെളിവുകൾ ഇതിന് ഉണ്ടല്ലോ ധാരാളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.